ശശികല AIDMKയുടെ തലപ്പത്തേക്ക് എത്തുന്നു. പൈസ് ഗാർഡനിലെത്തി ശശികലയോട് ഈ ആവശ്യം മുതിർന്ന AIDMK നേതാക്കൾ അറിയിച്ചതായാണ് വിവരം. ഇക്കാര്യം ഔദ്യോഗിക ട്വിറ്ററിലൂടെ തന്നെ AIDMK നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി സിജു സുഗതൻ തത്സമയം ചേരുന്നുണ്ട്. സിജു, ഇതുവരെ ഉണ്ടായിരുന്ന ഊഹാപോഹങ്ങളെയൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? സൗമ്യ, ഇപ്പോൾ AIDMKയുടെ മുതിർന്ന നേതാക്കൾ മന്ത്രിസഭയിലില്ലാത്ത മന്ത്രിസഭാ അംഗങ്ങളും മറ്റ് അധികാര പദവികളില്ലാത്ത മുതിർന്ന നേതാക്കളാണ്. AIDMKയുടെ മുതിർന്ന നേതാക്കൾ പോയസ് ഗാർഡനിലെത്തിയാണ് ശശികലയെ നേരിട്ട് കണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ മധുസൂദനൻ, അതോടൊപ്പം ചെങ്കോട്ടയൻ അടക്കമുള്ള നേതാക്കളാണ് ശശികലയോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ചെങ്കോട്ടയൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ, അതായത് MGR അധികാരത്തിലിരുന്നപ്പോൾ തന്നെ പാർട്ടിയുടെ പ്രധാന സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരാണ് ചെങ്കോട്ടയനും അതോടൊപ്പം മധുസൂദൻ എന്ന അടക്കമുള്ളവർ. കഴിഞ്ഞ ദിവസം തന്നെ ശശികല, അതായത് ജയലളിതയുടെ മരണം നടന്നതിന് ശേഷമുള്ള ദിവസങ്ങൾ തന്നെ ശശികല നേതൃസ്ഥാനത്തേക്ക്, പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരുന്നു. അതിന്റെ ചുവട് പിടിച്ച് നിരവധി ചർച്ചകളും പോയസ് ഗാർഡൻ കേന്ദ്രീകരിച്ച് നടന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ 5 മന്ത്രിമാർ, അതായത് അവസാന നാളുകളിൽ ജയലളിതയുടെ ക്ലോസ് സർക്കിളിൽപ്പെട്ട 5 മന്ത്രിമാർ ചേർന്ന് പോയസ് ഗാർഡനിലെത്തി ശശികലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ തന്നെ, അതായത് മന്ത്രി തലത്തിൽ MLA-മാരുടെ പാർലമെന്ററി പാർട്ടി തലത്തിൽ തന്നെ ആദ്യം ഒരു ധാരണയെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ AIDMKയുടെ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമായി ഒരു ആവശ്യം ഇത്തരത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ പാർട്ടിയുടെ AIDMKയുടെ ജയലളിതയുടെ ഏറ്റവും വിശ്വസ്തരായ 4 മന്ത്രിമാർ, എടപ്പാടി K പളനിസ്വാമി, ഡിണ്ടിഗൽ DC ശ്രീനിവാസൻ, P തങ്കമണി, SV വേലുമണി തുടങ്ങിയ നേതാക്കൾ എത്തിയാണ് ശശികല നേതൃസ്ഥാനം, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. നമുക്കറിയാം, നേരത്തെ ശശികലയ്ക്ക് നിലവിൽ പാർട്ടിയുടെ AIDMKയുടെ ഉന്നതമായ പദവികളൊന്നും തന്നെ ഇല്ല. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന പദവി മാത്രമാണുള്ളത്. അത് 300-ലേറെ വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു ശശികല. ശശികലയാണ് പൊടുന്നനെ ഇപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇനി വളരെ ഒരു ചേരിതിരിവും ഭിന്നിപ്പിനുമുള്ള ഒരു സാധ്യത നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു. കാരണം ഇത് ശശികലയുടെ സമുദായം, ശശികല തേവർ സമുദായാംഗമാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പനീർസെൽവവും തേവർ സമുദായാംഗമാണ്. നേരത്തെ തന്നെ തമ്പിദുരൈ, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറായ തമ്പിദുരൈയെ, ഗൗണ്ടർ സമുദായാംഗമായ തമ്പിദുരൈയെ പാർട്ടി ജനറൽ സെക്രട്ടറിയോ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ആവശ്യം ഗൗണ്ടർ വിഭാഗക്കാർ ഉന്നയിച്ചിരുന്നു. പക്ഷേ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതിലൂടെ തന്നെ ആദ്യം തന്നെ ശശികല മരിച്ച അന്ന് രാത്രി 1 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പനീർസെൽവമാകുന്നു. അത് വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ, അതായത് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് മേടിക്കുന്നു. അങ്ങനെ നടത്തിയതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഇപ്പോൾ നിലവിൽ പാർട്ടിയെ നയിക്കുന്നതും തേവർ സമുദായാംഗം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനവും തേവർ സമുദായത്തിന്. ഇതുകൊണ്ട് തന്നെ ഗൗണ്ടർ വിഭാഗത്തിലുള്ള വലിയൊരു വിഭാഗങ്ങൾ പ്രതിഷേധ സ്വരം നേരത്തെ തന്നെ ഉയർത്തിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ശശികലയ്ക്ക് ജയലളിതയോടുള്ള അടുപ്പവും 3 പതിറ്റാണ്ടാണ് ശശികലയോടുള്ള അടുപ്പവും മാത്രമല്ല പനീർസെൽവത്തെ, തേവർ സമുദായാംഗം പനീർസെൽവത്തെ ജയലളിതയോട് അടുപ്പിക്കുന്നതും പനീർസെൽവത്തെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ശശികലയ്ക്കും അതോടൊപ്പം തന്നെ ഭർത്താവ് നടരാജനും വളരെ വലിയ പങ്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തലപ്പത്തേക്കും മന്ത്രിസഭയുടെ തലപ്പത്തേക്കും ഒരേ സമുദായാംഗങ്ങൾ തന്നെ വരുന്നു. അപ്പോൾ പനീർസെൽവത്തിലും, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പനീർസെൽവം പോലും ശശികലയുടെ ഒരു ആജ്ഞാനുവർത്തി എന്ന് വേണേൽ പറയാം. പണ്ട് ജയലളിതയ്ക്ക് എങ്ങനെയായിരുന്നോ പനീർസെൽവം, അതുപോലെ തന്നെ ശശികലയ്ക്ക് ഇപ്പോൾ ശശികലയുടെ ആജ്ഞാനുവർത്തിയായി പനീർസെൽവം നിലനിൽക്കുന്നു എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്. നേരത്തെ 2 സ്ഥാനങ്ങൾ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ജയലളിതയാണ് വഹിച്ചിരുന്നത്. ഇപ്പോൾ 2 പേരിലേക്ക് ഒതുങ്ങുന്നുവെങ്കിലും ബലത്തിൽ ശശികലയിലേക്ക് തമിഴ്നാട് ശശികലയിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പക്ഷേ എതിർസ്വരങ്ങൾ, ഭിന്നിപ്പിന്റെ സ്വരങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. മുൻപ് ഒരു വിഭാഗം, അതായത് MGR-ന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ MGR-നെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ ചുക്കാൻ വലിച്ച പൻറുതി S രാമചന്ദ്രനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന ഒരു ആവശ്യം നേരത്തെ ഉയർന്നു വന്നിരുന്നു. അതിൽ ഒരു വിഭാഗം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ തന്നെ 70 കാലഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ചിരുന്ന, തന്ത്രപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ആരെയെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത്തരം വാദങ്ങളെയൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ശശികല രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ അവിടെ തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം. ശശികലയെ എങ്ങനെയാണ് പൂർണ്ണമായും തന്നിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത് ജയലളിത എന്നത് ഇന്ത്യ രാഷ്ട്രീയത്തിൽ തന്നെ സുപ്രധാനമായ നിരീക്ഷിക്കപ്പെട്ടൊരു വിഷയമാണ്. അവിടെ പിന്നീട് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രിയെ തുടരാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ പനീർശെൽവത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് അന്ന് ജയലളിത ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ പനീർശെൽവം പോലും ശശികലയുടെ ആജ്ഞാനുവർത്തിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള പിന്നാമ്പുറ നാടകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പല്ലേ?
സൗമ്യ, ഈ ജയലളിതയുടെ ഏറ്റവും അടുത്ത തോഴി, ജയലളിതയുടെ തോഴി എന്നുള്ള ഒരു യോഗ്യത മാത്രമാണ് ഇപ്പോൾ AIDMK ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ശശികലയെ എത്തിച്ചിരിക്കുന്നത്. AIDMK എന്ന് പറയുന്ന പാർട്ടിയുടെ തന്നെ ഒരു ദുര്യോഗം കൂടിയാണിത്. കാരണം പാർട്ടി ആര് നയിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം വരുമ്പോൾ ആരാണ് ഉയർത്തിക്കാട്ടാൻ ഒരു നേതാവില്ല എന്നൊരു അവസ്ഥയാണ്. പാർട്ടിയെ നിലവിൽ ജയലളിത, അതായത് അവരുടെ പുരട്ചി തേലവി ഇല്ലാത്ത സാഹചര്യത്തിൽ പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, പാർട്ടിയെയും അതോടൊപ്പം തന്നെ സർക്കാരിനെ ഏകോപിപ്പിച്ചുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ് AIDMKയുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മറുചോദ്യങ്ങളുടെ ഉയരാനുള്ള സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആയിരിക്കണം ശശികല ഇപ്പോൾ ഈ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സ്വാഭാവികമായി നമുക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയ DMK ദ്രാവിഡ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ പോലും ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തി, അതായത് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തി വന്ന DMKയിൽ നിന്ന് ഭിന്നിച്ച് പുറത്തുപോയ AIDMK, അതായത് കരുണാനിധിയും MGR ഡ്രിഫ്റ്റിനെ തുറന്നു വന്ന AIDMK എന്ന് പറയുന്ന പാർട്ടി, ഇതൊക്കെ പറയുമ്പോൾ പോലും അതിനകത്തും ജാതിയുടെ സമവാക്യങ്ങൾ, സമുദായത്തിന്റെ സമവാക്യങ്ങൾ ഒരു വലിയ റോള് തന്നെ പങ്ക് തന്നെയാണ് വഹിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇനി കൂടുതലായിട്ട് രംഗത്ത് വരാൻ പോകുന്നു. സ്വാഭാവികമായും തമ്പിദുരൈ, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ തമ്പിദുരൈ, പാർട്ടിയിലെ ഒരു ജയലളിത കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ അറിയാവുന്ന ഒരു നേതാവാണ് തമ്പിദുരൈ. തമ്പിദുരൈയുടെ അനുയായികൾ അല്ലെങ്കിൽ തമ്പിദുരൈ തന്നെ ഒരുപക്ഷെ അടങ്ങിയിരിക്കാൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം പുരട്ചി തലവി ഉണ്ടായിരുന്നപ്പോൾ ഒരു മറുസ്വരത്തിനുള്ള ഒരു സാധ്യത അവർ അവശേഷിപ്പിച്ചിരുന്നില്ല. പക്ഷേ ശശികല രംഗത്തേക്ക് വരുമ്പോൾ, അതായത് ആജ്ഞാനുവർത്തികൾ എന്ന് പറയുന്നവർ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്യാൻ ഒരു വലിയ നേതൃത്വം ഉയർന്നു വന്നേക്കാം. തമ്പിദുരൈയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഒരു നിര സ്വാഭാവികമായും ശശികലയുടെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നേക്കാം. ഒരുപക്ഷെ തമ്പിദുരൈ നേരിട്ട് വന്നില്ലെങ്കിൽ പോലും ഗൗണ്ടർ സമുദായ അംഗങ്ങളായ പാർട്ടിയുടെ അണികളെ കൊണ്ടോ MLA-മാരെ കൊണ്ടോ അത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രത്തിന് തമ്പിദുരൈ തയ്യാറായേക്കാം. പക്ഷേ ഇതിനകത്ത് വളരെ മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് 70 കാലഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ചിരുന്ന തന്ത്രപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരെ പാർട്ടിയുടെ തലപ്പത്തേക്ക് എങ്കിലും കൊണ്ടുവരണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ശശികല നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ജയലളിത വരുന്നത് പോലെ വളരെ സുഗമമാകില്ല കാര്യങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും ഇപ്പോൾ അല്പം മുമ്പാണ് ശശികലയെ പോയസ് ഗാർഡിനിലെത്തി മധുസൂദനൻ അടക്കമുള്ള, ചെങ്കോട്ടയൻ അടക്കമുള്ള നേതാക്കളെത്തി പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. സൗമ്യ, സിജു, അവിടെയാണ് ഒരുപക്ഷെ ചില കാര്യങ്ങൾ ഒരു ഭാഗത്ത് ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട പല ദുരൂഹതകളും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിപ്പോൾ ഗൗതമിയെ പോലെയുള്ളവർ പ്രത്യക്ഷമായി പറയുന്നുണ്ടെങ്കിലും അതിനും അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി അല്പം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ CCTV പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളൊപ്പം തന്നെ നിരവധി ആളുകളെ അവിടെ AIDMKയുടെ അല്ലെങ്കിൽ ജയലളിതയുടെ വളരെ അടുത്ത വ്യക്തികളെ പോലും ഹോസ്പിറ്റലിലേക്ക് കടത്തിവിട്ടിരുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ശശികല വീണ്ടും വലിയ അപ്രതീക്ഷിതമായി, പല കണക്കൂട്ടലുകളും ഉണ്ടായിരുന്നു, എന്നാൽ അപ്രതീക്ഷിതമായി തന്നെ ശശികല ഇങ്ങനെ AIDMK നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഇത്തരം സംശയങ്ങളൊക്കെ ഒരുപക്ഷെ വീണ്ടും വിരൽ ചൂണ്ടുക ശശികലയിലേക്ക് തന്നെയല്ലേ? ജയലളിതയുടെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ പല കോണുകളിൽ നിന്ന് ഉയർത്തപ്പെടുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിലായിരിക്കാം ഒരു പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവാദങ്ങൾ വരാൻ സാധ്യത. കാരണം ഇത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അല്പം മുമ്പ് ഉണ്ടായിരുന്ന ചിത്രം ആര് നയിക്കും, ശശികലയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ, ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നുവെങ്കിലും ശശികലയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ആകുക എന്ന തരത്തിലുള്ള ഒരു അന്തിമമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോലും പാർട്ടിയുടെ AIDMKയുടെ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമെങ്കിൽ പോലും അതൊരു ജനാധിപത്യ സ്വഭാവം ഒരു കാലത്തും പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. MGR, അതായത് പാർട്ടിയിലേക്ക് തന്നെ ചുരുങ്ങുന്ന, ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന രാഷ്ട്രീയം, അതായത് വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഭരണകൂട രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെ തന്നെയായിരുന്നു MGR കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ജയലളിതയിലേക്ക് വരുന്നു, ജയലളിത കഴിഞ്ഞ് അടുത്ത ശശികലയിലേക്ക് വരുന്നു. ഇതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഒരു നേതാവിനെ ചോദ്യം ചെയ്യപ്പെടാതെ ജീവിക്കാൻ കഴിയില്ല. ശ്രീ ജിമോൻ ജേക്കബ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ജിമോൻ ജേക്കബ്, ഇവിടെ ഒരുപക്ഷെ വലിയൊരു അസ്വാഭാവികത പറയാനില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു വിഷയത്തിലേക്കുള്ള പാതകളായിരുന്നു, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടത്. അതിനുള്ള സൂചനകൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു താനും. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുതിർന്ന AIDMK നേതാക്കൾ ശശികലയെ കണ്ടു പറയുന്നു, ജയലളിതയ്ക്ക് പകരം ഇനി ആ സ്ഥാനത്തിരിക്കാൻ താങ്കളാണ് യോഗ്യ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വരേണ്ടത് താങ്കളാണ് എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചെന്ന് നിൽക്കുമ്പോൾ എന്താണ് തമിഴ്നാട് പൊളിറ്റിക്സിനെ കുറിച്ച്? ശശികല സ്വന്തം നിലയിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു സ്ഥാനമാണിത്. കഴിഞ്ഞ ഈ 3 ദിവസമായിട്ട് ശശികലയും ശശികലയുടെ ബന്ധുക്കളും വേദനിലയത്തിൽ ഇരുന്നു കൊണ്ട് ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഇപ്പോൾ
AIDMKയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ട ഒരു വസ്തുതയാണ് ശശികല പാർട്ടിയെ നയിക്കുമെന്നുള്ളത്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ശശികലയെ AIDMK നയിക്കാനായിട്ട് ഉള്ള അവരുടെ ഒരു ക്രെഡിബിലിറ്റി എന്താണ്? ഒരു കാലഘട്ടത്തിൽ പോലും ശശികല ഈ പാർട്ടിയെ നയിച്ചിട്ടില്ല. ഇപ്പോഴുള്ള AIDMKയുടെ നേതാക്കളോ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അത് ശശികലയുടെ തന്നെ സൃഷ്ടികളാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ശശികല സൃഷ്ടിച്ചെടുത്ത അവതാരങ്ങളാണ് ഈ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി, ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രി. അപ്പോൾ ഒരു പാർട്ടിയെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കാനായിട്ട് ഒരു പത്രപ്രവർത്തകനായിട്ടുള്ള ഞാനാളല്ല. പക്ഷെ എങ്കിൽ പോലും ഈ AIDMK പോലെയുള്ള ഒരു പാർട്ടിയെ തീർത്തും ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജയലളിതയ്ക്ക് ശേഷം ആ പാർട്ടിയെ കൈയടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രണം ശശികലയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ ഇത്? തീർച്ചയായും. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ശശികല കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റുകളെല്ലാം വളരെ കറക്റ്റായി തന്നെ വന്നു. അതുകൊണ്ടാണ് ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇനിയുള്ളൊരു വിഷയം, ജനങ്ങൾക്ക് മുൻപിൽ ഇതെങ്ങനെ അവതരിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ, അതായത് ജയലളിതയുടെ ഈ ഒരു മരണം സംഭവിച്ച അതിന്റെ ഒരു വേദന സ്വാഭാവികമായും ഒരു തമിഴ്നാട്ടിൽ സാധാരണക്കാരുടെ ഇടയിലൊക്കെ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇതിന് കൈകാര്യം ചെയ്യപ്പെടുക ജനങ്ങളുടെ ഇടയിൽ? സൗമ്യ, ഈ തമിഴ്നാട് കേരളമല്ല. അപ്പൊ അമ്മയിൽ നിന്ന് ചിന്നമ്മയ്ക്ക് ജയ് വിളിക്കാനായിട്ട് അവിടെ ഒരുപാട് പേരെ കിട്ടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഒരുപാട് വിദേശ തമിഴന്മാരും കോർപ്പറേറ്റ് ഹൗസുകളും കോൺസ്പയർ ചെയ്തുണ്ടാക്കി എടുത്ത ഒരു തിരക്കഥയാണ് ഇതെന്ന. സ്വാഭാവികമായും അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ഒരു ശ്രദ്ധേയമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. പ്രത്യേകിച്ച് മോഡി വന്നത്, ശശികലയെ തലോടി ആശ്വസിപ്പിച്ചത്, ആ വിഷയമൊക്കെ. ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇനി ശശികല എടുക്കുന്ന ഒരു നിലപാട് എന്താകും? അതൊക്കെ ഇനി ഒരു തമിഴ്നാട് പൊളിറ്റിക്സിന്റെ ഒരുപക്ഷെ അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ശശികല ഒരു കൺവീനിയന്റ് പ്രൊപ്പോസിഷനാണ്. എന്നുവെച്ചാല് ഇന്നത്തെ സാഹചര്യത്തിൽ DMK ശക്തമായ ഒരു പാർട്ടിയല്ല, BJP ഒരു ശക്തമായ പാർട്ടിയല്ല. തമിഴകത്ത് 24 പേര് നിയമസഭാംഗങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് AIDMK ഭരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാറ്റമാണ് ശശികലയിലൂടെ നടക്കാൻ പോകുന്നത്. കാരണം ഏത് സമയത്തും ശശികലയെ തകർക്കാനായിട്ടുള്ള ആയുധങ്ങൾ BJPയുടെ കയ്യിലുണ്ട്. അവർക്കെതിരെ അഴിമതി കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ BJP എന്താണ് ലക്ഷ്യമിടുന്നത്? കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ BJPക്കാണ്, കാരണം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പോലും തറപറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ അവർക്ക് ഭാവിയില്ലാത്ത പാർട്ടികൾ, അപ്പൊ ഭാവിയുള്ള ഒരു പാർട്ടി അതിന്റെ അധികാരത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഒരുക്കുന്ന സാഹചര്യത്തിൽ ഇവർ ചിലപ്പോ AIDMK നയിക്കാനായിട്ടൊക്കെ അവരോധിക്കപ്പെട്ടേക്കാം. പക്ഷേ തമിഴകം ശശികലയെ അംഗീകരിക്കുമെന്ന് തമിഴക രാഷ്ട്രീയം അറിയുന്ന ആരും വിശ്വസിക്കുന്നില്ല.
ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ജിമോൻ ജേക്കബ്. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശശികല AIDMK തലപ്പത്തേക്ക് എത്തുന്നു. AIDMK മുതിർന്ന നേതാക്കൾ ശശികലയെ കണ്ട് ജനറൽ സെക്രട്ടറി ആകണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് AIDMKയുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജയലളിതയുടെ മരണത്തിലെ ദുരൂഹത ആവർത്തിച്ച നടി ഗൗതമി. ശാരീരികമായി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്ന ജയയുടെ ചികിത്സയിലടക്കം തീരുമാനങ്ങൾ എടുത്തത് ആരാണെന്ന് വ്യക്തമാകേണ്ടതുണ്ടെന്ന് ഗൗതമി പറഞ്ഞു. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഇടനാഴിയിലെ CCTVകൾ പ്രവർത്തനരഹിതമായി. ജയയെ കാണാൻ സഹോദരപുത്രി ദീപ ജയകുമാറിന് അനുമതി നിഷേധിച്ചതിലും ദുരൂഹത. VIP കാറ്റഗറിയിലുള്ള ജയലളിതയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അടക്കിയതിലും സംശയമുണരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മരണത്തിൽ കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിനം തൊട്ട് മരണം വരെ നീണ്ടു നിൽക്കുന്ന നാളിൽ ശശികലയും അനുചരരും സ്വീകരിച്ച നടപടികൾ. ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ദിവസങ്ങൾക്കകം ഇടനാഴിയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആശുപത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരം ഇടപെടലുകൾ ഉണ്ടായതെന്നാണ് വിവരം. ഇതെന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ജയലളിതയെ ചികിത്സിച്ച ഡോക്ടർമാർ, പരിചാരകരായ നഴ്സുമാർ ഇവരാരെന്നും എന്തെന്നും ആശുപത്രി അധികാരികൾ ഇനിയും വ്യക്തമാക്കുന്നില്ല. ജയലളിതയുടെ മുറിയിൽ പ്രവേശനമുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് ഷീല ബാലകൃഷ്ണനും ഉറ്റതോഴി ശശികലയ്ക്കും മാത്രമാണ്. എല്ലാ നിയന്ത്രണങ്ങളും ഇവർക്കാണെന്നിരിക്കെ ഇവർ ഇരുവരും ഇതിനൊന്നും തൃപ്തികരമായ വിശദീകരണം നൽകുന്നുമില്ല. സഹോദരപുത്രി കൂടിയായ ദീപ ജയകുമാർ പലയാവർത്തി ജയലളിതയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും ശശികലയുടെ നിർദ്ദേശത്തെ തുടർന്ന് അനുമതി നിഷേധിക്കപ്പെട്ടു. ഡിസംബർ 5 മുമ്പ് ജയലളിത മരണപ്പെട്ടു എന്ന തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തുവരുന്നത് കൂടുതൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. മൃതദേഹം എംബാം ചെയ്തു എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിട്ടും AIDMK വൃത്തങ്ങളുടെ മൗനം കൂടുതൽ സംശയം വർദ്ധിപ്പിക്കുന്നു. എംബാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൂടാ എന്ന ചോദ്യവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. VVIP കൂടിയായ ജയലളിതയെ പോസ്റ്റ്മോർട്ടം കൂടാതെ അടക്കുന്നതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ മൗനാനുമതിയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജയലളിത ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ശക്തിയുക്തം എതിർത്ത ശശികലയുടെ ഭർത്താവ് നടരാജൻ അടക്കമുള്ളവർ പോയസ് ഗാർഡനുമായി വീണ്ടും അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് AIDMK അണികളിൽ മുറുമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മറപിടിക്കാനാണ് കഴിഞ്ഞ ദിവസം നടന്ന കുടുംബയോഗത്തിൽ താൽക്കാലികമായെങ്കിലും തൻ്റെ ബന്ധുക്കൾ ഭരണത്തിൽ ഇടപെടരുതെന്ന് ശശികല നിർദ്ദേശം നൽകിയത്. പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി ഉയരുന്ന എതിർ ശബ്ദങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ് ശശികല ഇത്തരത്തിൽ പെരുമാറിയതെന്നും അധികം വൈകാതെ തന്നെ പഴയ മന്നാർഗുഡി മാഫിയ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി ഭരണത്തിൽ പിടിമുറുക്കുമെന്നുമാണ് ചെന്നൈയിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ മുൻ വ്യോമസേനാ മേധാവി SB ത്യാഗിയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ കരാറുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ നടത്തിയിരുന്നുവെന്നും ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നുമാണ് SB ത്യാഗി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേർന്നുണ്ട്. മനു, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് നേർക്ക് വിരൽ ചൂണ്ടപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ എങ്ങനെയാണ്, അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? UPS സർക്കാരിനെ വലിയ പ്രതിക്കൂട്ടിലാക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ മുൻ വ്യോമസേനാ മേധാവി SB ത്യാഗി കോടതിയിൽ നടത്തിയിരിക്കുന്നത്. CBI ഇന്നലെ അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SB ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖേത്താൻ, അതോടൊപ്പം അടുത്ത ബന്ധു സഞ്ജീവ് ത്യാഗി എന്നിവരെയാണ് ഇന്ന് CBI ദില്ലി പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചിരുന്നത്. ഈ കോടതിയിൽ 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് SB ത്യാഗി ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഈ കരാറിലെ മാനദണ്ഡങ്ങൾ മാറ്റിയതിൽ യാതൊരു പങ്കുമില്ല. പകരം താൻ ഇത്തരമൊരു മാനദണ്ഡങ്ങൾ മാറ്റുന്നതിന് കാരണം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നാണ് SB ത്യാഗി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അഗസ്റ്റ കമ്പനിയെ സഹായിക്കാൻ നിബന്ധനകൾ മാറ്റം വരുത്തിയെന്നതായിരുന്നു SB ത്യാഗിക്കെതിരെയുള്ള കുറ്റങ്ങൾ. ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി കുറച്ചത് SB ത്യാഗി സേനാ മേധാവിയായിരുന്ന സമയത്തായിരുന്നു. ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള കർശന നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് SB ത്യാഗി ഇപ്പോൾ കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. SB ത്യാഗിയുടെ അഭിഭാഷകനും കോടതി മുമ്പാകെ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വലിയ സമ്മർദ്ദം SB ത്യാഗിക്ക് മുകളിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാരണത്താലാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ കാരണമായതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ UPS സർക്കാരിന് വലിയ പ്രതിക്കൂട്ടിലേക്ക് നയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് മുൻ വ്യോമസേനാ മേധാവിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്കിടയിൽ ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളാൻ ആദ്യം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഈ എതിർപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അറിയിച്ചിരുന്നു. എന്നാൽ ഈ സമയവും വലിയ സമ്മർദ്ദം തനിക്ക് മേൽ ഉണ്ടായിരുന്നു എന്നാണ് മുൻ വ്യോമസേനാ മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോടതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ
ആർട്ടിക്കിൾ ഇതാണ്. PMO പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആസ്ക്ഡ് ഫോർ റൂൾ റിവ്യൂ. നിയമം ഇപ്പോഴുള്ള മാനദണ്ഡങ്ങൾ റിവ്യൂ ചെയ്യണം, തിരുത്തണമെന്ന് കർശനമായി തന്നെ തന്നോട് നിർദ്ദേശിച്ചിരുന്നു എന്നാണ് മുൻ വ്യോമസേനാ മേധാവി ഇപ്പോൾ കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. UPA സർക്കാരിനെ വലിയ പ്രതിക്കൂട്ടിലേക്ക് നയിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സൗമ്യ, മനുഷ്യങ്കരാണ് വിവരങ്ങൾ നൽകിയത്. 21ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനം പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. 2ാം ദിനത്തിൽ മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനം പുരോഗമിക്കുന്നു. മികച്ച പ്രതികരണമാണ് ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നായി സിനിമയെന്ന ഒറ്റ വികാരത്തിനു മുമ്പിൽ ഒരുമിക്കാനായി എത്തിച്ചേർന്നവർ തന്നെയാണ് 21ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനത്തെ സവിശേഷമാക്കുന്നത്. രാവിലെ മുതൽക്കേ തന്നെ ഡെലിഗേറ്റുകളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഓരോ തിയേറ്ററുകൾക്ക് മുമ്പിലും. ലോക സിനിമാ കാഴ്ചകളിലേക്ക് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് 63 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 39 ചിത്രങ്ങളും മത്സര വിഭാഗത്തിൽ 3ഉം മേളയുടെ തന്നെ പ്രമേയങ്ങളായ ലിംഗസമത്വം, കുടിയേറ്റം എന്നീ വിഭാഗങ്ങളിൽ 2 ചിത്രങ്ങൾ വീതമാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. മേളയിൽ ഏറ്റവും അധികം കാഴ്ചക്കാരുള്ള ലോക സിനിമാ വിഭാഗത്തിലും മത്സര വിഭാഗത്തിലും പതിവ് തെറ്റിയിട്ടില്ല. മത്സര വിഭാഗത്തിലെ ടർക്കിഷ് ചിത്രം കോൾഡ് ഓഫ് കലണ്ടർ, ഈജിപ്ഷ്യൻ ചിത്രം ക്ലാഷ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള സിംഗ് എന്നീ ചിത്രങ്ങളാണ് ഇന്നത്തെ പ്രധാന ആകർഷണങ്ങൾ. ലിംഗസമത്വം പ്രമേയമാക്കിയ ചിലി ചിത്രം രാര, ഫ്രഞ്ച് ചിത്രം ദി സമ്മർ ഓഫ് സാങ്കിൾ എന്നീ ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. നല്ല ചിത്രമായിരുന്നു, നല്ല സിനിമയാണ്, നല്ല അഭിനയമായിരുന്നു, നന്നായിട്ട് നല്ല ക്യാമറ വർക്ക്, നല്ല ഡയറക്ടർ നന്നായിരുന്നു. തീർച്ചയായും ആദ്യത്തെ ഫിലിം ഭംഗിയായി എന്ന് പറയണം. കുടിയേറ്റ വിഭാഗത്തിൽ ഈജിപ്ഷ്യൻ ചിത്രം ഇൻ ദി ലാസ്റ്റ് ഡേയ്സ് ഓഫ് സിറ്റി, ജർമ്മൻ ചിത്രം സോയിനെറോ എന്നിവയും മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുന്നു. മലയാളത്തിൽ നിന്ന് സജി പലമേലിന്റെ 6 അടിയും ഇന്ന് പ്രദർശിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. UDF ഭരണകാലത്ത് ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങിയതിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡ് അധികൃതർ പൂഴ്ത്തി. അന്നത്തെ ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരിൽ നിന്ന് പ്രസ്തുത തുക തിരിച്ചുപിടിക്കണമെന്നും നിയമ നടപടി കൈക്കൊള്ളണമെന്നുമുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് 2 വർഷമായി പൂഴ്ത്തിയത്. ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് അന്വേഷണം മരവിപ്പിച്ചത്. 2013-14 കാലഘട്ടത്തിലെ മണ്ഡല മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട 1,87,00,000 രൂപ ബോർഡ് ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് പുതിയ പാത്രങ്ങൾ വാങ്ങിയത് അന്യായമാണെന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയും സ്റ്റോക്ക് വെരിഫിക്കേഷൻ സമയത്ത് നടപടിയെ ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും തുക ഈടാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത് റിപ്പോർട്ടും നൽകി. ഹൈക്കോടതിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് ബോർഡ് അധികൃതർ തന്നെ പൂഴ്ത്തിയത്. അന്നത്തെ ദേവസ്വം മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരിക്കെയായിരുന്നു ഈ നടപടി. ശബരിമലയിൽ ആവശ്യത്തിലധികം പാത്രങ്ങൾ ഉള്ളപ്പോൾ പുതിയവ വാങ്ങിയത് അന്യായമാണെന്നായിരുന്നു ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തുകയും കമ്മീഷണറെയും ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറെയും അന്വേഷണത്തിന് ബോർഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു തവണ പോലും ഇവർ യോഗം ചേർന്നിട്ടില്ല. 3 മാസത്തിലൊരിക്കൽ ബോർഡ് പ്രവർത്തന റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കണമെന്ന് 2007 ഏപ്രിൽ 12 പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞെങ്കിലും അതും പാലിച്ചിട്ടില്ല. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തന്നെ അഴിമതി കണ്ടെത്തിയ സ്ഥിതിക്ക് സംസ്ഥാന വിജിലൻസ് ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. കോടികളുടെ അഴിമതി അന്വേഷണ ഫയലുകൾ കമ്മീഷണർ ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. വിജേഷ് നടുവിൽ.